ഇഡിയിൽ ഉടായ്പകളുണ്ടെന്ന വാർത്ത വന്ന ദിനമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇഡി കേസിൽ നിന്ന് ഊരിത്തരാമെന്ന് പറഞ്ഞ വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ തട്ടിയ കേസിൽ 2 പേർ വിജിലൻസിന്റെ പിടിയിലായത്. അപ്പോഴും ഈ ഇഡി കേസെടുക്കുന്ന വിവരങ്ങളെല്ലാം ആരാണ് പുറത്തേക്ക് എത്തിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമായിരുന്നു. ആ എത്തിക്കുന്നയാളെ, അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെ വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയാണ് കേസിൽ വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. 3-ാം പ്രതി മുകേഷ് മുരളിയും ഇഡി ഉദ്യോഗസ്ഥരും തമ്മിൽ ഇടപാടുകളുടെ വിശദാംശങ്ങളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയുടെ പരാതിയിലാണ് നടപടി. 24 എക്സ്ക്ലൂസീവ്. കേസിൽ 3-ാമതൊരു അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹമാണ് ഈ പരാതിക്കാരൻ്റെ അഡ്രസ്സ് ഈ വിൽസൺ എന്ന പ്രതിക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് വ്യക്തമായ എവിഡൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. വിഷ്ണു, വളരെ സുഖകരമുള്ള ഒരു തട്ടിപ്പാണ്. അതായത് ഇഡി കേസെടുക്കുന്നു, ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് ഇഡി കേസെടുത്ത ആളെ സമീപിച്ച് പണം തട്ടുന്നു. ഇതിന്റെ നെക്സസ് എന്തായാലും അത് വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 1-ാം പ്രതി ഒരു ഇഡി ഉദ്യോഗസ്ഥൻ തന്നെ. ഈ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഈ ഇഡി ഉദ്യോഗസ്ഥനെ വെച്ച് ഈ ക്രൈം അവരെ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈല്, കോഴയും കള്ളപ്പണവും ഒക്കെ തടയാനുള്ള ഒരു ഏജൻസി കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഇഡിയുടെ പേര് മുഴങ്ങിക്കേൾക്കുകയാണ്. പല പ്രധാനപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഇഡിക്കെതിരെ ആക്ഷേപങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. ഇതാ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഒരു FIR വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആ FIR-ൽ 1-ാം പ്രതി അതൊരു ഇഡി ഉദ്യോഗസ്ഥനാണ്. ചില്ലറ ഇഡി ഉദ്യോഗസ്ഥനല്ല, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കൊച്ചി യൂണിറ്റിലെ ശേഖർ കുമാർ എന്നാണ് അയാളുടെ പേര്. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായിക്ക് ഇഡിയുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസ് ഒത്തുതീർപ്പാകാൻ വേണ്ടിയിട്ട് 2 കോടി നൽകണമെന്നാണ് ഈ കേസിൽ ഇന്നലെ പിടിയിലായ വിൽസൺ ഈ വ്യവസായിയോട് ആവശ്യപ്പെട്ടത്. വ്യവസായി ഇത് വിശ്വസിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്ത് ഇഡി വിട്ടയച്ചിരുന്നു. 14-ാം തീയതി 2-ാമത്തെ സമൻസ് നിങ്ങൾക്ക് വരുമെന്നാണ് ഈ വിൽസൺ ഈ കശുവണ്ടി മുതലാളിയോട് പറഞ്ഞത്. ആ 14-ാം തീയതി തന്നെ സമൻസ് വന്ന ഘട്ടത്തിലാണ് ഇതാരോ ഇഡിയിൽ നിന്ന് ആരോ ഇയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം, ഒരു സംശയം ഇയാൾക്ക് ഈ പരാതിക്കാരനുണ്ടാകുന്നത്. തുടർന്നാണ് വിജിലൻസ് സമീപിച്ചത്. ഇന്നലെ 2 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞാണ് വിൽസനെ പനമ്പള്ളി നഗറിലേക്ക് വിളിച്ചു വരുത്തിയത്. വിൽസനും അതോടൊപ്പം തന്നെ വിൽസന്റെ രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് മുരളിയും 2 പേരും ചേർന്നെത്തുന്നു. അതോടൊപ്പം ആ ഘട്ടത്തിലാണ് വിജിലൻസ് അവിടെ എത്തി ഇവരുടെ പക്കൽ നിന്ന് പണം പിടിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത് ഇഡി ഓഫീസിൽ നിന്നാണ്. ഇഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറി എന്നാണ് മൊഴി നൽകിയത്. ആ മൊഴിയുടെയും പരാതിക്കാരൻ്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഒരു റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ ഈ വിജിലൻസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നൽകിയത്. ഇത് കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിലൊരു ഗൗരവമായ പരാമർശമുള്ളത് 3-ാം പ്രതിയായ മുകേഷ് മുരളി ഹവാല കേസിലടക്കം പ്രതിയാണ്. ഇയാൾ കൊച്ചി യൂണിറ്റിലെ ഈ ഇഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നിരവധി അനധികൃത ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ്. അതായത് ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് സംശയിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് സമാഹരണത്തിലാണ് ഇഡി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് എന്നാണ് അയാളുടെ പേര്. ഇഡി ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തിട്ടുള്ളത്. അങ്ങനെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റ് ചെയ്തത് അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വിജിലൻസ് കണക്ക് കൂട്ടുന്നുണ്ട്. സൈബർ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ സമാഹരിച്ച ശേഷം മാത്രം ശേഖറിലേക്ക് എത്താം എന്നൊരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു പക്ഷേ സംസ്ഥാനത്ത് ഇത് ആദ്യമായിരിക്കും ഒരു ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു വിജിലൻസ് കേസിൽ 1-ാം പ്രതിയായി വരിക. നേരത്തെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഇഡിക്കെതിരെ കേസെടുക്കുന്ന ഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കേരളത്തിലും ആവർത്തിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി CPM അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ആവർത്തിക്കുകയാണ് ഇഡിയിൽ ചില തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് രാഷ്ട്രീയമായി കൂടി ഈ കേസ് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സുഹേല, ഇഡിയുടെ പേരിൽ നടന്ന ഇടിവെട്ട് തട്ടിപ്പിൽ ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവ് ശേഖരിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഈ ഇഡി കേസെടുക്കുന്ന ആളുകളെ കുറിച്ച് കൃത്യമായ വിവരം ഇടനിലക്കാർക്ക് നൽകി അവരെ കൊണ്ട് ഈ കേസെടുത്തയാളെ സമീപിച്ച് അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു വലിയ നെക്സസ്, ഇഡി ഉദ്യോഗസ്ഥരടങ്ങുന്ന നെക്സസ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന അതിനിർണായകമായ വിവരം വന്ന മണിക്കൂറാണ്. അതിൽ വളരെ വ്യക്തമായ ആഴത്തിലേക്ക് അന്വേഷണത്തിലേക്ക് പോകാനാണ് വിജിലൻസിന്റെ തീരുമാനം. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.